ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ മധുശ്രീ മദ്യപിച്ച് കാറിൽ വന്ന് നിൽക്കുന്ന സമയത്ത് അവിടെ ചെക്കിങ്ങിനുണ്ടായിരുന്ന CI മധുശ്രീയുടെ കാറിൽ നിന്ന് ഇറങ്ങാനായി പറയുന്നു. അത് കേട്ട മധുശ്രീ ദേഷ്യത്തോടെ കാറിന്റെ ഡോറ് തുറന്ന് എന്താ ഓഫീസർ എന്ന് ചോദിച്ചു. ഉടനെ ഒരു പെൺകുട്ടിയാണെന്ന് കണ്ടതോടെ ആ CI വേഗം പൊയ്ക്കോളാനായി അറിയിച്ചു. പക്ഷേ മധുശ്രീ അങ്ങനെ വെറുതെ പോകാൻ തയ്യാറാകുന്നില്ല. മധുശ്രീ ആ ഓഫീസറിന് നേരെ തട്ടിക്കയറുന്നു. അങ്ങനെയല്ലല്ലോ ഓഫീസർ, കുറച്ചു മുമ്പ് താങ്കൾ പറഞ്ഞത് എന്ന് ചോദിച്ച് പുറത്തേക്ക് ഇറങ്ങി. അപ്പോഴും മേഡം ഒന്നുമില്ല എന്ന് വീണ്ടും ആ ഓഫീസർ പറയുമ്പോ അയാൾക്ക് നേരെ ദേഷ്യപ്പെട്ടുകൊണ്ട് തന്റെ കയ്യിലിരുന്ന ആ സിഗരറ്റ് ബോക്സ് തുറന്ന് അതിൽ നിന്ന് ഒരു സിഗരറ്റ് എടുത്ത് ചുണ്ടിൽ വെച്ച് ഓഫീസറിന് നേരെ ദേഷ്യപ്പെടുകയാണ് മധുശ്രീ. ലൈറ്റർ ഉണ്ടോ എന്ന് ചോദിച്ചതും ഇല്ല മേഡം എന്ന ഓഫീസറിന്റെ മറുപടി കേട്ട് ഞാനൊക്കെ പിന്നെ എന്തിനാണോ ഇങ്ങനെ നിൽക്കുന്നത് എന്നായി മധുശ്രീയുടെ ചോദ്യം. എല്ലാം കേട്ട് ഒന്നും മിണ്ടാറെ ആ ഓഫീസേഴ്സ് അങ്ങനെ നിൽക്കുമ്പോ മധുശ്രീ ദേഷ്യപ്പെട്ടു. അല്ല, നിങ്ങളെ പോലെയുള്ള ആളുകൾക്ക് ഉള്ള പ്രശ്നം ഇത് തന്നെയാണ്. വെറുതെ ഇവിടെ നിന്നിങ്ങനെ വഴിയെ പോകുന്ന ആളുകളെ പിടിച്ചു നിർത്തി അവരെ ഇതുപോലെ വെറുതെ അപമാനിക്കുകയും അവരുടെ കയ്യിൽ നിന്ന് പണം തട്ടിയെടുക്കുകയുമാണ് നിങ്ങളുടെ പ്രവർത്തികൾ. എന്നാലേ അത്തരം വിരട്ടലും ഭീഷണിയൊന്നും ഇങ്ങോട്ട് വേണ്ട. ഇത് ആള് വേറെയാണ് എന്ന് ഓഫീസറിനോട് ദേഷ്യപ്പെടുമ്പോ അടുത്ത് നിന്ന വനിതാ കോൺസ്റ്റബിൾ അദ്ദേഹത്തിന് അരികിലേക്ക് എത്തി പറഞ്ഞു, സാർ ഇത് ആളല്പം പെശകാണല്ലോ സാർ, നന്നായിട്ട് കള്ളു മണക്കുന്നുണ്ട് എന്ന് അറിയിച്ചു. അപ്പോഴാണ് മധുശ്രീ ആ കോൺസ്റ്റബിളിന്റെ സംസാരം കേട്ടിട്ട് ചോദിച്ചു, എന്താ നീ അങ്ങ് ചെവിയിൽ ചെന്ന് പറഞ്ഞത്? ഞാൻ മദ്യപിച്ചിട്ടുണ്ട് എന്ന് അല്ലെ? വെറും കള്ളല്ലടി ഞാൻ കഴിച്ചിരിക്കുന്നത്. നിനക്കൊന്നും സ്വപ്നം പോലും കാണാൻ കഴിയാത്ത ടാക്സ് കൊടുത്ത് വലിയ വില കൊടുത്ത് ഇവിടെ ഇറക്കുമതി ചെയ്തിരിക്കുന്ന നല്ല ഒന്നാന്തരം സാധനമാ ഞാൻ അകത്താക്കിയിരിക്കുന്നത്. നിനക്കൊക്കെ അത് ഒന്ന് കാണാൻ കൂടി കഴിയില്ല. അതാണ് സത്യം എന്ന് മധുശ്രീ അറിയിച്ചു. അതുകൊണ്ട് ഇങ്ങോട്ട് നീ വെറുതെ ഇങ്ങനെ നമ്മളെ ചൊറിയാനായി വരണ്ട കേട്ടോ എന്നൊക്കെ പറഞ്ഞ് മധുശ്രീ ദേഷ്യപ്പെട്ടു. അതിനുശേഷം വേഗം കാറിനരികിലേക്ക് ചെന്നത് CSR പറഞ്ഞു, മേഡം വേഗം പോകുവോ എന്ന് ചോദിച്ചപ്പോ പോയില്ലെങ്കിൽ താൻ എന്ത് ചെയ്യൂടോ എന്നായി മധുശ്രീയുടെ ചോദ്യം. അല്ലെങ്കിലും തന്നെ പോലെയുള്ളവരോടൊക്കെ വെറുതെ ഇങ്ങനെ സംസാരിക്കാന്നല്ലേ ഉള്ളൂ. തനിക്കൊക്കെയുള്ള ജോലി എന്താടോ? ഇവിടെ ഇങ്ങനെ നിന്ന് വെറുതെ ജനങ്ങളെ പിരിയുക എന്നല്ലേ തന്റെയൊക്കെ കയ്യിലുള്ള ആകെ ജോലി. അതുകൊണ്ട് തന്നെ ഇതുവഴി വരുന്ന ആളുകളെ വെറുതെ അങ്ങ് വിരട്ടുകയും പിരിയുകയും ചെയ്യുക. എന്നാലേ എന്നെ വെറുതെ ആ ഗണത്തിൽ പെടുത്തണ്ട കേട്ടോ. തനിക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് താനൊന്ന് കാട്ടറോ? താൻ എന്തിനാടോ എന്നെ ഇവിടെ പിടിച്ചു നിർത്തിയത് എന്നെല്ലാം ചോദിച്ച് മധുശ്രീ അവർക്ക് നേരെ തട്ടിക്കയറി. അല്ലെങ്കിലും താനൊക്കെ ഇങ്ങനെയൊക്കെയല്ലേ ചെയ്തു കൂട്ടുകയുള്ളൂ എന്നെല്ലാം പറഞ്ഞ് CSRനെ വിരട്ടുന്ന രീതിയിലുള്ള സംസാരവും ദേഷ്യപ്രകടനവും ഒക്കെ മധുശ്രീയുടെ ഭാഗത്തു നിന്നുണ്ടാവുന്നു. മേലാൽ ഇനി എന്നെ കണ്ട് എന്റെ വണ്ടിക്ക് എങ്ങാനും കൈ നീട്ടിയാലുണ്ടല്ലോ, പതിയെ മാറി സല്യൂട്ട് ചെയ്ത് അങ്ങ് നിന്നോ. അതാണ് നിനക്കൊക്കെ പറഞ്ഞിട്ടുള്ള ജോലി, മനസ്സിലായോ എന്നെല്ലാം ചോദിച്ച് വിരട്ടുകയും ദേഷ്യപ്പെടുകയും ചെയ്യുന്നത് കേട്ട് അവസാനം കാറിലേക്ക് കയറാനായി മധുശ്രീ ഒരുങ്ങുമ്പോ കലിയോടെ നിന്ന CSR നിക്കടി എവിടെ എന്ന് ദേഷ്യപ്പെട്ടു. പിന്തിരിഞ്ഞു നോക്കിയ മധുശ്രീയുടെ നേരെ CSR തന്റെ കൈ ഉയർത്തി അടിക്കാനായി ഒരുങ്ങുന്നതും അദ്ദേഹത്തിന്റെ കൈ കയറി പിടിക്കുകയാണ് മധുശ്രീ. അദ്ദേഹത്തിന്റെ കയ്യിൽ കടന്നു പിടിച്ചുകൊണ്ട് മധുശ്രീ പറഞ്ഞു, അതെ, എന്റെ നേരെ കൈ ഉയർത്താനുള്ള അധികാരം നിനക്കാരടാ തന്നത്? ഒരു കാര്യം നീ മനസ്സിലാക്കിക്കോ, നിനക്ക് പീഡനത്തിന്റെ പേരിൽ നിന്റെ ഈ അന്തസ്സും നിന്റെ ഈ ജോലിയും ഒക്കെ തെറിക്കണമെന്നുണ്ടോ? ഏതെങ്കിലും പീഡന കേസിൽ അകത്തു പോകണമെന്നുണ്ടോ? പെൺകുട്ടി ആരാണെന്നായിരിക്കും നീ ഇപ്പോൾ ചിന്തിക്കുന്നത്. വേറെ ആരുമല്ലടാ, ഈ ഞാൻ തന്നെ. ശത്രുവിനെ ഇല്ലാതാക്കാനും അവന്റെ അഭിമാനവും അവന്റെ ജോലിയും അവനെ മാനാഭിമാനം എല്ലാം ഇല്ലാതാക്കാനും ഈ മധുശ്രീ അങ്ങേയറ്റം വരെ പോകൂടാ. പിന്നെ പേരിൽ മാത്രമേ മധു എന്നുള്ളൂ, അല്ലാതെ എന്റെ പ്രവൃത്തിയും സ്വഭാവവും തീയാടാ തീ. ശത്രുവിനെ എരിച്ചു കളയുന്ന തീയാ ഈ ഞാൻ, മനസ്സിലായോടാ? നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ വാടാ, എന്നെ ഒന്ന് തല്ലി നോക്കടാ എന്ന് പറഞ്ഞ് CSRന് നേരെ ശബ്ദമുയർത്തി. അവസാനം മധുശ്രീയുടെ ഭീഷണിക്ക് മുന്നിൽ ഒന്നും ചെയ്യാനാകാതെ അനങ്ങാനാകാതെ CSR അവിടെ നിൽക്കുമ്പോ മധുശ്രീ അദ്ദേഹത്തെ വിരട്ടി തന്റെ കാറും എടുത്ത് അവിടെ നിന്ന് മടങ്ങി. ആ ഒരു രംഗം പെട്ടെന്ന് വിജയകുമാർ ഓർമ്മിച്ചു. അങ്ങനെ അത് ഓർത്തതും വിജയകുമാറിന്റെ അരികിൽ നിന്ന് ആ CSR മധുശ്രീ ഇത്രയൊക്കെ പ്രകടനം കാട്ടി അവിടെ നിന്ന് പോയതിന്റെ കലിയിൽ അദ്ദേഹം സ്വയം തന്റെ ശരീരത്തിലൊക്കെ തന്നെ തന്റെ കൈ കൊണ്ട് ആഞ്ഞടിച്ചു. ഇത് കണ്ട ഉടനെ വിജയകുമാർ പറഞ്ഞു,
സാറേ, അവൾ ശരിക്കും ആള് നമ്മളെ കരുതുന്ന പോലെയല്ല സാറേ എന്ന് പറഞ്ഞ് അന്ന് നിന്ന് ആ ഒരു രംഗം വിജയകുമാർ ഓർത്തെടുക്കുകയും വേഗം തന്റെ കയ്യിലിരുന്ന ആ ഫോട്ടോ ഉടനെ തന്നെ സുസ്മിതയുടെ കയ്യിലേക്ക് തിരികെ ഏൽപ്പിച്ചു. വേണ്ട മേഡം, ഇത് കൊണ്ടുപോയിക്കോ. ഇതുപോലെ തല്ലിക്കൊള്ളിത്തരം കാണിച്ചു നടക്കുന്ന പെൺകുട്ടികളെയൊക്കെ സത്യാമ്മയുടെ മോന് വേണ്ടി ആലോചിച്ചാലേ എന്നെ വെറുതെ വെച്ചേക്കില്ല സത്യാമ്മ. പാവം വിഷ്ണു മോനെ പോലെയുള്ള ആ പാവത്തിന്റെ തലയിലേക്ക് എന്തിനാണ് ഇതുപോലെയുള്ളതിനെയൊക്കെ വെച്ച് കെട്ടുന്നത്? അത്രയ്ക്കും ശത്രുത എന്തിനാ മേഡം ആ പാവം പിടിച്ച ആ പയ്യനോട് എന്ന് ചോദിച്ചതും സുസ്മിത പറഞ്ഞു, അതെ, അതൊക്കെ നിങ്ങൾ ഇപ്പൊ അന്വേഷിക്കേണ്ട കാര്യമല്ല. നിങ്ങൾക്ക് വേണ്ടത് പണമല്ലേ? ഒരു 10 വിവാഹം നടന്നാൽ 10 ആലോചന നടത്തിയാൽ മാത്രം കിട്ടാവുന്ന പണം, ആ പണമാണ് ഇപ്പോ ഒറ്റയടിക്ക് നിങ്ങളുടെ കയ്യിലേക്ക് വന്ന് ചേരാൻ പോകുന്നത്. 10 പേരുടെ പിന്നാലെ നടന്ന് കഷ്ടിച്ച് കാത്തുനിന്നും നോക്കി നിന്നും സമയം കളഞ്ഞും അങ്ങനെ ഒരു 10 വിവാഹം നടത്തിയാൽ എത്ര രൂപയാ നിങ്ങളുടെ കയ്യിലേക്ക് വരുന്നത്? എന്നാൽ ആ തുക വിഷ്ണുവിന്റെയും ഈ മധുശ്രീയുടെയും വിവാഹം നടന്നാൽ അടുത്ത ദിവസം നിങ്ങളുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആകും എന്ന് സുസ്മിത വിജയകുമാറിനോട് പറഞ്ഞു. എന്നാലും മേഡം, ഈ വിവാഹത്തിന്റെ കാര്യത്തിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ സത്യാമ്മ എന്നോട് ചോദിച്ചാൽ ഞാൻ എന്ത് പറയും? സത്യാമ്മ എന്നെ വെച്ചേക്കില്ല എന്ന വിജയകുമാറിന്റെ മറുപടി കേട്ട് സുസ്മിത പറഞ്ഞു, അപ്പോൾ നിങ്ങൾക്ക് ധൈര്യപൂർവ്വം കൈയൊഴിയാമല്ലോ. നിങ്ങൾക്ക് ഈ വിവാഹവുമായി യാതൊരു ബന്ധവുമില്ല എന്നും നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചൊന്നും അറിയില്ലായിരുന്നു എന്നും ഇവളെക്കുറിച്ച് കൂടുതലൊന്നും അറിയില്ലായിരുന്നു എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് അതിൽ നിന്ന് ഒഴിഞ്ഞു പോകാം എന്ന് സുസ്മിത വിജയകുമാറിനെ ധരിപ്പിച്ചു. അതെല്ലാം കേട്ടതിന് ശേഷം സുസ്മിത ചോദിച്ചു, എന്താ നിങ്ങൾക്ക് കുറച്ച് പണം ഒന്നിച്ച് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരുന്നത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള കാര്യമാണോ എന്ന ആ ചോദ്യം കേട്ടതും ഉടനെ തന്നെ സുസ്മിതയോട് വിജയകുമാർ പറഞ്ഞു, മേഡം, പിറ്റേ ദിവസമല്ല എനിക്ക് പണം കിട്ടേണ്ടത്. പെണ്ണും ചെറുക്കനും വിവാഹം കഴിഞ്ഞ് പയ്യന്റെ വീട്ടിലേക്ക് പോകുന്ന ആ നിമിഷം തന്നെ എന്റെ അക്കൗണ്ടിൽ പണം വന്നിരിക്കണം. അത് കേട്ട ഉടനെ സുസ്മിത പറഞ്ഞു, ആ, ഇപ്പോഴാണ് എന്റെ ട്രാക്കിലേക്ക് നിങ്ങൾ വന്നത് എന്ന് അറിയിച്ചു. അത് കേട്ടതും വിജയകുമാർ പറഞ്ഞു, മേഡം, കുറച്ച് പണം എന്റെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ അത് എന്റെ ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് കൂടുതൽ സഹായമാകും മേഡം. കുഞ്ഞുകുട്ടി പരാധീനക്കാരനാണ് ഞാൻ. അതുകൊണ്ട് തന്നെ എന്റെ ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് മേഡം തരാൻ പോകുന്ന ഈ പണം എന്തുകൊണ്ടും പ്രയോജനപ്പെടും. അതുകൊണ്ട് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ. ഞാൻ ഇക്കാര്യം ഏറ്റു മേഡം എന്ന് സുസ്മിതയോട് വിജയകുമാർ വാക്ക് നൽകുന്നു. അതിനുശേഷം ശ്യാമ മറ്റുള്ളവരുടെ കണ്ണുവെട്ടിച്ച് വേഗം പുറത്തേക്ക് ഇറങ്ങി വരുമ്പോ ശ്യാമയുടെ നോട്ടം ആരെങ്കിലും താൻ പുറത്തേക്ക് വരുന്നതും ഫോണിൽ സംസാരിക്കുന്നതും ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന ഭയത്തോടെയുള്ള നോട്ടമായിരുന്നു. ആ സമയത്ത് ശാലിനി കാറിൽ യാത്ര ചെയ്യുമ്പോൾ കൂടെ ഇരിക്കുന്ന പി ആയ അനുപല്ലവി ചോദിച്ചു, മേഡം, ഇത് എന്തെങ്കിലും പേഴ്സണൽ മീറ്റിംഗ് ആണോ മേഡം എന്ന് ചോദിച്ചതും ശാലിനി പറഞ്ഞു, അല്ല അല്ല അനു, ഇത് പേഴ്സണൽ അല്ല, സംതിങ് മോർ ദാൻ പേഴ്സണൽ. അത് കേട്ട ഉടനെ ആകെ സംശയത്തോടെ ശാലിനിയുടെ ആ വാക്ക് കേട്ട് അനുപല്ലവി നോക്കി. അപ്പോഴേക്കും എന്താ പ്രത്യേകിച്ച് പറയാനുള്ളതെന്ന് പോലും നിശ്ചയമില്ലാതെ ശാലിനി മറ്റെന്തോ ആലോചനയിൽ മുഴുകുമ്പോഴാണ് ശാലിനിയുടെ ഫോണിലേക്ക് കോൾ വരുന്നത്. വേഗം ശാലിനിയുടെ ഫോണിലേക്ക് വിളിച്ചിട്ടും ശാലിനി കോൾ എടുക്കാത്തതിൽ ആകെ നിരാശയിലായി ശ്യാമ. ആ സമയത്ത് അനുപല്ലവി ശാലിനിയോട് പറഞ്ഞു, മേഡം, മേഡത്തിന്റെ ഫോൺ റിങ് ചെയ്യുന്നു. അത് കേട്ടിട്ടും ശാലിനി കോൾ അറ്റൻഡ് ചെയ്യാൻ കൂട്ടാക്കാതെ മറ്റെന്തൊക്കെയോ ആലോചിച്ച് കാറിൽ തന്നെ തുടർന്നു. ഈ സമയത്ത് ശ്യാമ വീണ്ടും കുഞ്ഞേച്ചിയുടെ ഫോണിലേക്ക് വിളിക്കുന്നു. ഇത്രയും നേരമായിട്ടും കുഞ്ഞേച്ചി എന്താ ഫോൺ എടുക്കാത്തത് എന്ന ആശങ്കയോടെ ശ്യാമ വീണ്ടും ശാലിനിയുടെ ഫോണിലേക്ക് വിളിച്ചു. അപ്പോഴേക്കും ഇതാരെയും വിളിക്കുന്നത് എന്ന് ആലോചിച്ച് വേഗം ശാലിനി തന്റെ ഫോൺ എടുത്ത് നോക്കി അതിന്റെ ഡിസ്പ്ലേയിലേക്ക് നോക്കിയതും ശ്യാമ എന്ന് കണ്ടതോടെ ശ്യാമയാണല്ലോ എന്ന് ആലോചിച്ച് വേഗം കോൾ അറ്റൻഡ് ചെയ്തു. ശ്യാമയുടെ കോൾ എടുത്തതോടെ ശ്യാമ ചോദിച്ചു, കുഞ്ഞേച്ചി എന്താ ഇത്രയും നേരമായിട്ടും ഫോൺ എടുക്കാതിരുന്നത്? ഉടനെ ശാലിനി പറഞ്ഞു, എന്താ എന്താ ശ്യാമ, നീ കാര്യം പറ എന്ന് പറഞ്ഞതും ശ്യാമ പറഞ്ഞു, കുഞ്ഞേച്ചി, ഞാനിപ്പോ എത്രയോ പേരുടെ കണ്ണു വെട്ടിച്ചാ കുഞ്ഞേച്ചിയെ വിളിക്കുന്നറിയാവോ? ആരെങ്കിലും കാണുന്നുണ്ടോ ഇല്ലയോ എന്ന് നോക്കി വേണം എനിക്ക് കുഞ്ഞേച്ചിയെ വിളിക്കാൻ. അപ്പോഴേക്കും ശാലിനി ചോദിച്ചു, എന്താ നിനക്കിപ്പോ പറയാനുള്ളത് എന്ന് അന്വേഷിച്ചപ്പോ ശ്യാമ പറഞ്ഞു, കുഞ്ഞേച്ചി, ഇനിയെങ്കിലും ഞാൻ ഇക്കാര്യം കുഞ്ഞേച്ചിയോട് പറഞ്ഞില്ലെങ്കിൽ അത് വലിയ തെറ്റായി പോകും. അതുകൊണ്ട് കുഞ്ഞേച്ചി, വേറൊന്നുമല്ല, ഇവിടെ വിഷ്ണുവേട്ടന്റെ വിവാഹാലോചന നടന്നുകൊണ്ടിരിക്കുകയാണ്. സത്യാമ്മ എത്രയും വേഗം ഒരു വിവാഹം നടത്തുമെന്നുള്ള നിർബന്ധത്തിലാണ്. അത് കേട്ട ഉടനെ തന്നെ ശാലിനി പറഞ്ഞു, അതിപ്പോ പുതിയ വാർത്തയൊന്നും അല്ലല്ലോ എന്ന് ചോദിച്ചപ്പോ ശാലിനിയോട് ശ്യാമ പറഞ്ഞു, കുഞ്ഞേച്ചി, ഇത് മുമ്പത്തെ പോലെയല്ല. ഇത്തവണ സത്യാമ്മ ഏതെങ്കിലും വിവാഹം നടത്തിയേ തീരൂ എന്നുള്ള പിടിവാശിയിലാണ്.
അത് കേട്ട ശാലിനി ചോദിച്ചു, അപ്പോ വിഷ്ണുവേട്ടനോ എന്ന് ചോദിച്ചതും ശാലിനിയോട് ശ്യാമ പറഞ്ഞു, കുഞ്ഞേച്ചി, വിഷ്ണുവേട്ടൻ നിസ്സഹായനാണ്. വിഷ്ണുവേട്ടനോട് സത്യാമ്മ ഒരു വാക്ക് പറഞ്ഞിരുന്നു. വിഷ്ണുവേട്ടൻ സത്യാമ്മ നിശ്ചയിച്ച ദിവസത്തിനുള്ളിൽ കുഞ്ഞേച്ചിയെ കണ്ടെത്തി മുന്നിൽ കൊണ്ടുവന്ന് നിർത്തണമെന്ന്. അങ്ങനെ നിർത്തുകയാണെങ്കിൽ കുഞ്ഞേച്ചിയോട് ക്ഷമിക്കാൻ തയ്യാറായിരുന്നുവെന്ന്. എന്നാൽ ഇത്രയും ദിവസമായിട്ടും കുഞ്ഞേച്ചിയെ വിഷ്ണുവേട്ടന് സത്യാമ്മയുടെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്താൻ കഴിഞ്ഞില്ലല്ലോ. കുഞ്ഞേച്ചിയാണെങ്കിൽ വിഷ്ണുവേട്ടന് പിടികൊടുക്കാനും തയ്യാറായില്ല. അതുകൊണ്ട് അവസാനം സത്യാമ്മയ്ക്ക് വിഷ്ണുവേട്ടൻ നൽകിയ വാക്ക് അത് നടപ്പിലാക്കാനാണ് സത്യാമ്മ തയ്യാറാകുന്നത്. വിഷ്ണുവേട്ടന് കുഞ്ഞേച്ചിയെ കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ സത്യാമ്മ പറഞ്ഞ ദിവസത്തിനുള്ളിൽ സത്യാമ്മയുടെ മുന്നിൽ കുഞ്ഞേച്ചിയെ കൊണ്ടുവന്ന് നിർത്താൻ സാധിച്ചില്ല എങ്കിൽ കുഞ്ഞേച്ചിയുമായിട്ടുള്ള വിഷ്ണുവേട്ടന്റെ വിവാഹബന്ധം വേർപെടുത്തണമെന്ന തീരുമാനത്തിലാണ് സത്യാമ്മ വിഷ്ണുവേട്ടനെ നിർത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ വിഷ്ണുവേട്ടൻ നിസ്സഹായനാണ് കുഞ്ഞേച്ചി എന്ന് ശ്യാമ അറിയിച്ചു. അത് കേട്ടതും ശാലിനി പറഞ്ഞു, എനിക്ക് മനസ്സിലാവുന്നുണ്ട്, ഞാൻ കാരണം എന്തായാലും നിന്റെ ജീവിതം തകരില്ല മോളെ. കുഞ്ഞേച്ചിക്ക് എന്ത് നഷ്ടപ്പെട്ടാലും നിന്റെ ജീവിതം ഇല്ലാതാക്കാൻ കുഞ്ഞേച്ചി ഒരിക്കലും തയ്യാറാവില്ല. കുഞ്ഞേച്ചിക്ക് എന്ത് നഷ്ടവും വന്നാലും കുഞ്ഞേച്ചി സഹിച്ചോളാം എന്ന് പറഞ്ഞ് ശാലിനി ഫോൺ വെച്ചതും ശ്യാമ പറഞ്ഞു, കുഞ്ഞേച്ചി, ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചല്ല എന്ന് പറഞ്ഞ് ശ്യാമ തന്റെ ഇപ്പോഴത്തെ അവസ്ഥ വിശദീകരിക്കാൻ ശ്രമിക്കുമ്പോഴേക്കും ശാലിനി കോള് കട്ട് ചെയ്ത് മറ്റെന്തൊക്കെയോ ആലോചിച്ച് ആകെ ആശങ്കപ്പെട്ടങ്ങനെ കാറിലിരുന്നു. ഈ സമയത്ത് വണ്ടി അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോ പെട്ടെന്ന് വഴിയരികിൽ ആരോ ഫോണിൽ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നത് ശാലിനി കാണാനിടയായി. പെട്ടെന്ന് ശാലിനി അയാളെ കണ്ടതും വേഗം കാറ് നിർത്താനായി രാമേട്ടനോട് പറയുന്നു. കാറ് മുന്നോട്ട് പാസ് ചെയ്ത് പോയി കഴിഞ്ഞതും രാമേട്ടനോട് ശാലിനി പറഞ്ഞു, രാമേട്ടാ, വണ്ടി നിർത്തിക്കേ. പെട്ടെന്ന് അനുപല്ലവിയും കാരണം എന്താണെന്ന് സംശയത്തോടെ നോക്കുമ്പോ ശാലിനി മുന്നോട്ട് പോയ കാറിൽ നിന്ന് വേഗം പുറത്തേക്ക് ഇറങ്ങി. കുറച്ചു ദൂരെ മാറി നിന്ന് ഫോണിൽ സംസാരിച്ചു കൊണ്ട് നിൽക്കുന്ന ആ ചെറുപ്പക്കാരനെ തന്നെ ശാലിനി നോക്കി. വേഗം തന്നെ അയാൾക്ക് അരികിലേക്ക് ശാലിനി നടന്നു പോകുമ്പോൾ ശ്യാമയുടെ കോള് വീണ്ടും ശാലിനിയുടെ ഫോണിലേക്ക് വന്നുകൊണ്ടിരുന്നു. ഫോൺ ആ കാറിന്റെ സീറ്റിൽ തന്നെ ഇട്ടിട്ട് ശാലിനി ആ വഴിയരികിൽ നിൽക്കുന്ന ചെറുപ്പക്കാരനെ ലക്ഷ്യം വെച്ച് നടക്കുമ്പോൾ ശ്യാമയുടെ കോള് മനഃപൂർവ്വം കുഞ്ഞേച്ചി എടുക്കുന്നില്ല എന്നുള്ള തെറ്റിദ്ധാരണയിൽ ശ്യാമയും നിരാശയിലായി. അപ്പോഴാണ് ശാലിനി ആ ചെറുപ്പക്കാരനരികിലേക്ക് ചെന്ന് അവിടെ നിന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന അയാളെ പിന്നിൽ നിന്ന് ചെന്ന് ദേവ എന്നുള്ള ശാലിനിയുടെ വിളി. ആ വിളി കേട്ടതും അയാൾ വേഗം ശാലിനിയെ പിന്തിരിഞ്ഞു നോക്കുന്നു. ഉടനെ ആളാകെ അതിശയത്തോടെ, ആഹാ, ഇതാരാ, ഇതെന്തൊരു പ്ലസന്റ് സർപ്രൈസ് ആണ്, ഇതാരാ, ശാലിനിയോ എന്ന് ചോദിച്ച് ദേവൻ അതിശയപ്പെടുമ്പോ ഉടനെ ശാലിനി ചോദിച്ചു, അത് ശരി, ഞാൻ ഇവിടെ ഉണ്ടെന്ന് നിനക്കറിയില്ല അല്ലെ എന്ന് ചോദിച്ച് ശാലിനി വേഗം ദേവന്റെ വയറിനിട്ടൊരു ഇടി കൊടുത്തു. ഉടനെ ശാലിനിയോട് ചിരിച്ചുകൊണ്ട് ദേവൻ പറഞ്ഞു, അതല്ല, ഞാൻ വെറുതെ ഇങ്ങനെ പറഞ്ഞതേ ഉള്ളൂ എന്ന് പറഞ്ഞതും ശാലിനി പറഞ്ഞു, അന്ന് മധുരയിൽ നിന്ന് ഞാൻ പോരുമ്പോ നേരത്തെ പറഞ്ഞിരുന്നതല്ലേ ഞാൻ ഈ ട്രിവാൻഡ്രത്തേക്കാ പോരുന്നത് എന്ന്, എന്നിട്ട് ഇപ്പോ വലിയ അതിശയത്തോടെ പറയുന്നു അല്ലെ എന്ന് ചോദിച്ചതും അന്ന് ഞാൻ എന്താ പറഞ്ഞിട്ട് പോന്നതെന്ന് ശാലിനി അന്വേഷിച്ചതും ദേവൻ പറഞ്ഞു, ഓ അറിയാവേ, ഇവിടെ എങ്ങാനും എത്തിയാൽ അപ്പോൾ തന്നെ അടിയൻ മുഖതാവിൽ ദർശനം നൽകിയേക്കാം എന്നതായിരുന്നല്ലേ എന്ന് ചോദിച്ചതും ശാലിനി പറഞ്ഞു, ആ അതെ, ഇവിടുത്തെ ഒരു കൊച്ചു തമ്പുരാട്ടി തന്നെയാ ഞാനും ഇപ്പോ എന്ന് പറഞ്ഞതും ഉടനെ ദൈവം പറഞ്ഞു, ആ തൽക്കാലം ഇവിടേക്ക് വരാൻ പറ്റുമായിരുന്ന അവസ്ഥയിലായിരുന്നില്ല എന്ന് പറഞ്ഞതും ശാലിനി ചോദിച്ചു, എന്താ ഇവിടെ ഇപ്പോഴത്തെ പരിപാടി, വെള്ളിമൂങ്ങ അതോ വേറെന്തെങ്കിലും കലാപരിപാടിയോ, എന്ത് ബിസിനസ്സാ ഇവിടെ ഇപ്പൊ നടത്തുന്നത്, എന്താണെങ്കിലും അവസാനം എന്റെ മുന്നിൽ തന്നെ വന്ന് നിൽക്കും, അത് മറക്കണ്ട എന്ന് ശാലിനി പറഞ്ഞതും ഉടനെ അങ്ങനെയൊന്നും ഇല്ല ശാലിനി, അത്തരം ബിസിനസ് കാര്യങ്ങളൊന്നും അല്ല എന്ന് പറഞ്ഞപ്പോ ശാലിനി ചോദിച്ചു, പിന്നെന്താ എന്റെ മുന്നിൽ വരാൻ മടി കാണിച്ചു തന്നത്, എന്താ വരാൻ ഇത്രയും താമസം എടുത്തത്, ഇതുവഴി വേഗം മുങ്ങാനുള്ള പണി കാണിച്ചത് എന്താണ് എന്ന് ചോദിച്ചതും ദേവൻ പറഞ്ഞു, അത് പിന്നെ വേറൊന്നും അല്ല ശാലിനി, ഞാൻ ഇന്ന് ഒരു ബിസിനസ് മീറ്റിംഗ് ഉണ്ടായിരുന്നു പറഞ്ഞില്ലേ, അത് ഒരു കോക്ടെയിൽ ആയിരുന്നു, അതുകൊണ്ടാണ് എന്ന് പറഞ്ഞപ്പോ ഉടനെ ശാലിനി ചോദിച്ചു, ഓഹോ അത് ശരി, അപ്പോ ഇന്ന് എത്രയെണ്ണ അകത്താക്കിയത് എന്ന് ചോദിച്ചതും ഒന്ന് അല്ലെങ്കിൽ 3 എന്നൊക്കെ ശാലിനി എണ്ണം പറഞ്ഞതും ദൈവം പറഞ്ഞു, ഇല്ല, 2 അതുകൊണ്ടാണ് ഞാൻ വരാതിരുന്നത് എന്നറിയിച്ചു. ഉടനെ ശാലിനി പറഞ്ഞു, ശരി ശരി, എന്തായാലും ഇന്നിനിപ്പോ തിരിച്ച് നേരെ അങ്ങോട്ട് വരാമല്ലോ, എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെന്ന് പറഞ്ഞാലും എന്റെ ഈ മുഖം മറക്കില്ലല്ലോ അല്ലെ, എനിക്കറിയാം, അങ്ങനെ മറക്കാൻ പറ്റുന്ന ഒരു മുഖമാണോ എന്റേത് എന്ന് ശാലിനി ദേവനോട് ചോദിച്ചതും ദേവൻ പറഞ്ഞു, ഇല്ല, അല്ല എങ്ങനെയുണ്ടോ തന്റെ ഇവിടുത്തെ ജീവിതം അത് പറ എന്ന് ചോദിച്ചതും ശാലിനി പറഞ്ഞു, എന്ത് ജീവിതം, ഇങ്ങനെ അങ്ങ് പോകുന്നു, അറിയാവല്ലോ ഇവിടുത്തെ ജീവിതം എങ്ങനെയുള്ളതാണ് എന്ന്, അതുകൊണ്ട് പ്രശ്നങ്ങളും അതുപോലെ തന്നെ ഓരോരോ കുഴപ്പങ്ങളുമായിട്ട് അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു, ആകെ പ്രശ്നകലുഷിതമായിട്ടുള്ള ഒരു ജീവിതം, പ്രത്യേകിച്ച് പ്രതീക്ഷിക്കാനോ
പ്രത്യേകിച്ച് സന്തോഷിക്കാനോ ഒന്നുമില്ലാതെ ഒരു മരവിച്ച ജീവിതമായി അങ്ങനെ മുന്നോട്ട് പോകുന്നു എന്ന് ശാലിനി പറഞ്ഞതും ഈ സമയത്ത് ശാലിനിയുടെ അരികിലേക്ക് അനുപല്ലവിയും എത്തി. അപ്പോഴേക്കും ദേവൻ പറഞ്ഞു, എടോ, തന്റെ ഈ പ്രശ്നത്തിനൊക്കെ ഉടനെ തന്നെ പരിഹാരം കാണാവടോ. അതിനല്ലേ ഞാനിപ്പോ വന്നത്. എന്തായാലും ഉടനെ തന്നെ ശാരദാമ്മയെ കാണാനായി ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട്. എന്നിട്ടേ മടക്ക യാത്രയേ ഉള്ളൂ. നമുക്ക് എല്ലാം പരിഹരിക്കാവടോ എന്ന് പറഞ്ഞ് ദേവൻ ശാലിനിയോട് സംസാരിച്ചതും സത്യം തന്നെയാണോ? എന്നെ കണ്ടിട്ടേ പോവുള്ളല്ലോ അല്ലേ എന്ന് വീണ്ടും ശാലിനി ചോദിച്ചതും ദേവൻ പറഞ്ഞു, അതേടോ, ഞാൻ തനിക്ക് വാക്ക് തന്നാലേ തീർച്ചയായിട്ടും തന്നെ കണ്ടിട്ടേ ഞാൻ പോകൂ. അതോർത്ത് താൻ സംശയിക്കേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ദേവൻ ശാലിനിയോട് സംസാരിച്ചങ്ങനെ നിൽക്കുമ്പോൾ ശാലിനി വേഗം പോകാൻ തുടങ്ങുന്ന സമയത്ത് അവിടെ അരികിൽ നിൽക്കുന്ന അനുപല്ലവിയെ കണ്ടു. അനുപല്ലവിയെ നോക്കിയും ദേവനും ശാലിനിയും ചിരിച്ചു. അതിനുശേഷം ശാലിനി നേരെ കാറിനരികിലേക്ക് നടന്നു പോകുമ്പോൾ അനുപല്ലവി ആകെ സംശയത്തോടെ ദേവനെ നോക്കി. ശാലിനി തന്റെ കാറിലേക്ക് വന്ന് ഇരുന്ന നേരത്തും അനുപല്ലവി സംശയത്തോടെ തന്നെ ദേവനെ നോക്കി നിൽക്കുന്നു. അപ്പോഴേക്കും കാറിൽ കയറുന്ന സമയത്ത് ശാലിനി ദേവനെ ഒന്നുകൂടി പിന്തിരിഞ്ഞു നോക്കി ഒന്ന് പുഞ്ചിരിച്ചിട്ട് കാറിനുള്ളിലേക്ക് കയറി. ഈ സമയമായിട്ടും അനുപല്ലവി പോകാൻ തയ്യാറാകാതെ അങ്ങനെ നിൽക്കുന്നത് കണ്ടതോടെ ദേവൻ പല്ലവിയെ നോക്കി എന്താ എന്ന് ചോദിച്ചു. ഒന്നുമില്ല എന്ന് അനുപല്ലവി പറഞ്ഞതും ദേവൻ അനുപല്ലവിയെ നോക്കി തന്നെ ഒന്നുകൂടി ചിരിച്ചു. ഇത് കണ്ട ഉടനെ കണ്ണുമിഴിച്ച് അനുപല്ലവി വേഗം ശാലിനിയുടെ ഒപ്പം പോയി കാറിൽ കയറുന്നു. അതിനുശേഷം ശാലിനി അവിടെ നിന്ന് മടങ്ങുന്ന നേരത്ത് അനുപല്ലവി ശാലിനിയോട് ചോദിച്ചു, മേഡം ചോദിക്കുന്നത് കൊണ്ട് ഒന്നും തോന്നരുത്. അല്ല, ഇതേതാ മേഡം ഈ പുതിയ കഥാപാത്രം എന്ന് ചോദിച്ചതും ശാലിനി പറഞ്ഞു, ഇത് പുതിയ കഥാപാത്രമൊന്നുമല്ല, കഥാപാത്രം പഴയത് തന്നെ. പക്ഷേ വന്ന സമയം ഒരല്പം വൈകിപ്പോയെന്നേ ഉള്ളൂ. പക്ഷെ എങ്കിലും വന്നത് കൃത്യസമയത്ത് തന്നെയാണ്. വരാൻ അല്പം വൈകിയെങ്കിലും ഈ വന്ന എൻട്രി കൃത്യസമയത്ത് തന്നെയാണ് എന്ന് ശാലിനി പറഞ്ഞു. അത് കേട്ട അനുപല്ലവിക്ക് ദേവൻ ആരെന്ന് ഇപ്പോഴും മനസ്സിലാകാതെ വലിയൊരു ദുരൂഹത തന്നെ ഒളിപ്പിച്ചു നിർത്തിയിരിക്കുന്നത് പോലെ അനുപല്ലവിക്ക് തോന്നുന്നു. അതിനുശേഷം ശാരദാമ്മ തന്റെ കുടുംബശ്രീ ഹോട്ടലിൽ പുതിയൊരു ചെയർ ഇട്ടത് അവിടേക്ക് ആ ചെയറിനരികിലേക്ക് ആ കൗണ്ടറിൽ ഇരിക്കാനായി ഗോപാലകൃഷ്ണനെ നിർബന്ധിക്കുന്നു. ഗോപാലകൃഷ്ണൻ മടി കാണിച്ച് എന്താ ശാരദേ വേണ്ട എന്ന് പറഞ്ഞ് ഗോപാലകൃഷ്ണൻ മാറി നിൽക്കുന്ന നേരത്ത് ശാരദാമ്മ നിർബന്ധപൂർവ്വം പറഞ്ഞു, ഗോപാലേട്ടാ, ഇവിടെ കയറി ഇരിക്കാനാ പറഞ്ഞത്. വൈദ്യര് പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, ഇങ്ങനെ ഏതു നേരവും വീട്ടിലിങ്ങനെ അടച്ചുകൂട്ടി ഇരിക്കാനല്ല. ഇവിടെ വന്ന് കുറച്ചു നേരം ഈ കടയിൽ വരുന്നവരോടൊക്കെ അല്പം സംസാരിച്ചും ഒക്കെ ഇങ്ങനെ ഇരിക്കുമ്പോ മനസ്സിനും കൂടി കുറെ ആയാസമുണ്ടാവും. അതുകൊണ്ട് അറിയാവല്ലോ, എല്ലാം നമ്മുടെ മനസ്സിന്റെ ഓരോ ചിന്തകളാണ് എല്ലാത്തിനും കാരണം. അതുകൊണ്ട് ഗോപാലേട്ടൻ ഇവിടെ ഇരുന്ന് കുറച്ചു നേരത്തേക്ക് എങ്കിലും മറ്റുള്ളവരുമായിട്ടൊക്കെ ഒന്ന് സംസാരിക്കുകയും എല്ലാവരോടും വിശേഷങ്ങളൊക്കെ അന്വേഷിക്കുകയൊക്കെ ചെയ്യേ. അപ്പൊ തന്നെ ഈ പ്രശ്നങ്ങളും ഈ വേദനകളും ഒക്കെ കുറെ മാറും എന്ന് ശാരദാമ്മ ഗോപാലകൃഷ്ണനെ ഉപദേശിച്ചു. അങ്ങനെ അത് കേട്ട് ശാന്തയും ചിരിച്ചുകൊണ്ട് അങ്ങനെ അരികിൽ തന്നെ ഇരിക്കുമ്പോഴാണ് അവരെ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് അപ്രതീക്ഷിതമായി ഹോട്ടലിലേക്ക് പപ്പിമോള് വന്നെത്തുന്നത്.